എന്തായി ലാലേട്ടൻ വന്നിട്ട്? ജിഷൻ പോയടാ, അടുത്ത ആള് പോകാനായിട്ട് താണ്ടെ പെട്ടി ചാടുന്നു. അയ്യോ, പെട്ടി ചാടുന്ന? ആ, പെട്ടി പൊട്ടാത്ത പെട്ടിയിൽ ചാടുന്നവര് പോകും. അഭിലാഷ് എങ്ങാനും പോയ ഉമ്മ സത്യം പറഞ്ഞാൽ കളി മാറും ഉള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങള് അഭിലാഷിനെ പറഞ്ഞു. അല്ല, മാർക്ക് കുറവുള്ളവരല്ലേടാ പോന്നെ. ഞാൻ പറഞ്ഞിട്ടാണ്. എന്തായാലും നിങ്ങൾ അങ്ങനെ പറഞ്ഞു മോശമായി പോയി കൊല്ലക്കാരനായിട്ട്. മാർക്ക് കുറവുള്ളവരെ പോന്നെ അങ്ങനെ പറയുന്നോണ്ടല്ലേ. ജിഷിനെ ഞാൻ പറഞ്ഞില്ല. ഈ ആതിരെ പറഞ്ഞില്ല, ജിഷൻ പോയി. ആതിരെ ലാലേട്ടൻ പോരിച്ചടിക്കും. എവിടെ പൊരിച്ച്? ഞാൻ കണ്ടല്ലേ, എന്തുവാ മറ്റേ അനീഷിനെ പറഞ്ഞല്ലേ. അത് പൊരിക്കുന്നെന്ന് പറയുന്ന മുളക് പുരട്ടി എണ്ണക്കകത്തിട്ട് പൊരിക്കുന്ന കാര്യമല്ല പറയുന്നേ. ലാലേട്ടൻ വഴക്ക് പറയുന്നതാ പറയുന്നത്. പിന്നെ ആര്യനെ കടന്ന് പിള്ളേർ എത്രയും കൂടെ കടന്ന് മാങ്ങാണ്ടി മാങ്ങാണ്ടി എന്നാ നൂറാങ്ങ് വിളി. മാങ്ങാണ്ടി തമാശക്ക് വിളിക്കുന്നില്ലേ? എന്നാലും അങ്ങനെ വിളിക്കാൻ കൊള്ളാം. രണ്ടുപേരേ ഉള്ളു, സാബുമാനും അഭിലാഷും. നിങ്ങൾ എന്തിനാ പറയുന്നത്? ഇനി ആ അഭിലാഷ് ആണെങ്കിൽ അമ്മക്കുമായിട്ട് അറിയാവുന്ന ആളും പുറത്തിറങ്ങുമ്പോഴത്തേക്കും പറയത്തില്ല. അത് അവര് ചാടി പെട്ടി പൊട്ടിക്കാതിരിക്കണോടാ. നമ്മൾ പറയുന്നല്ലേ, അവര് ചാടിയിട്ട് പെട്ടി പൊട്ടിക്കാതിരിക്കണം. പെട്ടി പൊട്ടിക്കാണ് പോയത്. അഭിലാഷ സമാധാനമായില്ല. എനിക്ക് ആവശ്യമില്ലാതിരുന്ന പാവപ്പെട്ടവരെ കുറിച്ച് പെട്ടി ചാടി പൊട്ടിക്കണം. പെട്ടി ചാടി പൊട്ടിക്കണോ? പൊട്ടിച്ചവർ ഔട്ടായി. പൊട്ടിക്കുന്നൊരു സേവായി. ചാടി പൊട്ടിക്കണം. എന്നാലും മോശമായി. അല്ലാതെ പൊട്ടിക്കണം. എന്നാലും ഈ ആര്യനെ കിടന്ന് മാങ്ങാണ്ടി മാങ്ങാണ്ടി എന്ന് വിളിച്ച എന്തിനാ? എന്നാലും എനിക്ക് അഭിലാഷ് പോയത് എനിക്ക് വിഷമമുണ്ട്. ഞാൻ നിങ്ങളുമായിട്ട് യാതൊരു കൂട്ടുമില്ല. ഇന്നത്തെ അടിയെല്ലാം തീർന്നല്ലോ, അടിയൊന്നും ഇല്ലല്ലോ. അടി കൊണ്ട് നാളെ തൊട്ടല്ലേ അടി. നാളെ തൊട്ട് അടി സൂക്ഷിച്ചു വേണം സംസാരം. ഈ സോഫയിലിരുന്ന് സംസാരിച്ച് നാട്ടുകാർ മൊത്തം കേൾക്കുന്നു. ഉള്ള കാര്യം പറയുക. ഗെയിം തുടങ്ങുമ്പോഴല്ലേ അടി തുടങ്ങുന്നത്. അഭിലാഷിന്റെ ആൾക്കാരും എല്ലാം കൂടെ. അഭിലാഷ് എന്തായാലും നിങ്ങളുടെ അടുത്ത് വരും. നിങ്ങളുടെ അടുത്ത് എന്തായാലും അഭിലാഷ് വരും. ഇനി എന്ത് നടക്കാൻ പോലെ പൊരിഞ്ഞടി ഇല്ലേ? ഇനി പൊരിഞ്ഞാടി നാളെ മുതൽ. കൊള്ളാം.